ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സ്ഥലം മൊത്തം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വെള്ളപ്പൊക്കം. വഴിയിലെല്ലാം വെള്ളം കയറി. ചെറിയ രീതിയിലേ ഉള്ളൂ വഴിയിലൊക്കെ വെള്ളം. നമ്മുടെ ചെടികളെല്ലാം മുങ്ങും. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ടെറസയിലായതുകൊണ്ട് കുഴപ്പമില്ല. താഴെയായിരുന്നു എല്ലാം വെള്ളത്തിലായേനെ. നമ്മുടെ ചെടികളെല്ലാം റോസയൊക്കെ ചെറിയ രീതിയിലൊക്കെ മുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കുറച്ചായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. മഴയാണെങ്കിൽ തോരുന്നേ ഇല്ല. മഴ തോർന്നിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് മഴ തോരുന്നേ ഇല്ല. ചെറുതായിട്ടൊന്ന് കുറയും, വീണ്ടും മഴ പെയ്യും. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമോ, ഒരു രക്ഷയില്ല. ചൂടായിരുന്നു, ഇപ്പം മഴയൊന്ന് കാണാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പം ഫുൾ ടൈം മഴയായപ്പം വെള്ളം കയറി മൊത്തം വെള്ളത്തിലായി. മുറ്റത്തോട്ടൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളമെല്ലാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ് വെറുതെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. സൈഡിലെല്ലാം വെള്ളമായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ലെവൽ ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട്. മുറ്റത്തോട്ടൊക്കെ കയറാൻ തുടങ്ങുന്നു. ഇത് കണ്ടോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരു മൊട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഒരു മൊട്ട് വന്നതായിരുന്നു, പക്ഷേ അത് പോയി. സാധാരണ ഈ സമയം ആകുമ്പോഴത്തേക്ക് നിറച്ച് മൊട്ടാകുന്ന. ഇപ്രാവശ്യം ഭയങ്കര മഴയല്ലായിരുന്നു, അത് കാരണം ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഗപ്പിക്കുളം എല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. നമ്മളത് ഗപ്പിയെല്ലാം ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ വെള്ളം കയറി അത് മൊത്തം പോകും. നിറച്ചുണ്ട് ഗപ്പി. കുറച്ച് ഇങ്ങോട്ട് കോരി എടുത്തിട്ടേ മൊത്തം ഒന്ന് മാറ്റാനായിട്ട് പോവാം. ഇതുണ്ടോ, മൊത്തം വെള്ളത്തിലാണ്. നമ്മുടെ റോസയുടെ അവിടോട്ടെല്ലാം വെള്ളം കയറാൻ തുടങ്ങി. റോസെല്ലാം ഒരുവിധം സെറ്റായി വന്നതാണ്. ഇതെല്ലാം വെള്ളത്തിലായി. ഇതെല്ലാം ഇനി കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക ചെടികളെല്ലാം. ഇതുണ്ടോ, വെള്ളം ഒത്തിരി നിന്നാൽ ചിലപ്പം റോസ അഴുക്കായിപ്പോവും. അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റണം. ചെടികളെല്ലാം കുറച്ചായിട്ടെല്ലാം ഇങ്ങനെ എടുത്ത് അതോട്ട് ആക്കി വെച്ചേക്കുക. സൈഡിലെല്ലാം വെള്ളം കയറാൻ തുടങ്ങി. ചെടികളെല്ലാം കുറച്ചായിട്ട് മാറ്റിയതാണ്. വെള്ളമാണ് ഇപ്പം മുറ്റത്ത് കയറുന്നുണ്ട്. ഇതുകൊണ്ടോ, വീണ്ടും മഴ തുടങ്ങി. ചെറിയൊരു വെയിൽ പോലെ വന്നതാണ്. ഇപ്പം ഇതാ പിന്നെയും മഴ തുടങ്ങി. കുറച്ച് ചെടികളോ അതെല്ലാം എന്താണ്ട് ഇവിടോട്ടൊക്കെ എടുത്തു വെച്ചു. കുറച്ച് പോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെള്ളത്തിലായിരുന്നു. ഇതെല്ലാം എന്താ ഇവിടോട്ടെല്ലാം കയറ്റി വെച്ചേക്കുക. ഒത്തിരി മഴ കൊണ്ടാൽ ചിലപ്പം ചീഞ്ഞൊക്കെ പോകും. ഇതുണ്ട്, നമ്മുടെ 10 മണിച്ചെടിയൊക്കെ സൈഡിലിരുന്നതാണ്. അതിനെ എല്ലാം എടുത്തിങ്ങനെ വെച്ചേക്കുക. ഇതുണ്ടോ, ഇനി എത്രണ്ണം കിട്ടുമെന്നറിയത്തില്ല. ഇതുണ്ടോ, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ പനിക്കൂർക്ക അതൊക്കെ വെള്ളത്തിൽ ഇരിക്കുമായിരുന്നു. ഇതിനെല്ലാം എടുത്ത് വെള്ളോട്ടെടുത്ത് വെച്ചല്ലേ ഇതൊക്കെ പോക്കാം. പനിക്കൂർക്കയെല്ലാം വെള്ളത്തിലാണ്. ഇനി പോയെങ്കിൽ ഇത് വെള്ളത്തിലൊക്കെ വളരുന്നതാണ്. എന്നാലും കുറച്ചിങ്ങനെ എടുക്കുക. വളഞ്ഞു വല്ലതും പോയെങ്കിലേ. ഇതുണ്ടോ, നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് ഇത്. അതുകൊണ്ട് ഇത് മൊത്തം നമുക്ക് തൈ ആക്കാവുന്നതാണ്. അത് കുറച്ചിങ്ങനെ എടുക്കുക. കുറച്ചെടുത്ത് ഇവിടോട്ടെല്ലാം മാറ്റി വെക്കാം. വെള്ളത്തിൽ നിന്ന് പോയെങ്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടാൻ നഴ്സറികളിലൊക്കെ കുറവാണ്. ആഫ്രിക്കൻ മല്ലി നല്ലതാണ്. നമ്മുടെ മല്ലിയില പോലെ തന്നെ കറിക്കകത്തൊക്കെ ഇടാനേ നല്ല ടേസ്റ്റ്. ഇതെല്ലാം നമുക്ക് തൈയാക്കാം. ഇത് കണ്ടോ, ചെറിയ വേര് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഈ തണ്ടിൻ്റെ ഓരോ ഭാഗവും മുറിച്ച് വെച്ചാൽ നമുക്ക് അതെല്ലാം തൈയാക്കാം. ഉണ്ടോ, ഓരോ ഭാഗത്തുനിന്നും വേര് വരുന്നുണ്ടോ. അടുത്ത് നമുക്ക് ഗപ്പി ഇട്ടേക്കുന്ന കുളം ഒന്ന് ക്ലീൻ ചെയ്യും. ആദ്യം നമ്മൾ ആ മീനെയൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് മൊത്തം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത്. ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. നമ്മൾ കുറച്ചായിട്ട് ഗപ്പിയെ കോരി വന്നത് കുറച്ച് 12 എണ്ണത്തിനെ കിട്ടിയേ.
ഇതുണ്ടോ, ഇതിനകത്തോട്ട് ആക്കുക. ഒരുപാടുണ്ട്, വേഗം നമുക്ക് കോരുക. അല്ല ഇതിപ്പം മൊത്തം പോക്കാം, വെള്ളം കയറി വരിക. ചെറുതായിട്ട് കോരിക്കൊണ്ടിരിക്കുക. ഇതുണ്ട്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇതുണ്ട്, ഇനിയും കോരിയില്ലെങ്കിൽ ഇതും നമുക്ക് മീനെ കിട്ടത്തില്ല. അത് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. തൽക്കാലം ഇതിനകത്തോട്ട് കോരി വെക്കുക, എന്നിട്ട് പിന്നെ മാറ്റാമെന്ന് വിചാരിച്ച. ഇതിപ്പം കുറേ അധികം കോരി, മൊത്തം ഇനിയും കോരി എടുക്കണം. എന്നിട്ട് നമ്മുടെ മീൻ മൊത്തം അങ്ങ് പോകാം. പിന്നെ കോരി എടുത്തിട്ടേ പിന്നെ അത് മീനെ എടുക്കാമെന്ന് വിചാരിച്ചു. കൊണ്ട് ഇങ്ങോട്ടൊന്ന് വലിച്ച് കയറ്റാം, ക്ലീൻ ചെയ്യണം. മീൻ കുറേ ഇതിനകത്ത് കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് ഈ പോണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് മീനോടുണ്ട്, അതിനെ മാറ്റണം. ഇപ്പം വെള്ളം പെട്ടെന്ന് ഇതിനകത്തോട്ട് കയറത്തില്ല. അപ്പം നമുക്ക് ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഗപ്പിയുടെ പോണ്ടൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പോൾ ഗപ്പിയെല്ലാം മാറ്റി നമ്മൾ ഈ പോണ്ട് വെള്ളമെല്ലാം കുറേ കോരി കളഞ്ഞു. ഇത് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ സൈഡിൽ ഒത്തിരി പായലൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. ഈ മൊത്തം വെള്ളവും നമുക്ക് ഇതങ്ങ് കമത്തുക. ഇതേ കുറച്ച് വെള്ളമേ ഉള്ളൂ, എന്നാലും അത് അഴുക്ക് വെള്ളം, അതങ്ങ് കളയുക. വലിയ പോണ്ട, ഒത്തിരി വെയിറ്റ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും ഒക്കെ പാടാം. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് മൊത്തം നമ്മൾ ഈ പായലെല്ലാം ഒന്ന് കളയുവാണ്. സോപ്പൊന്നും ഇട്ട് കഴുകുന്നില്ല, ഗപ്പി ഇടേണ്ടതായോണ്ടേ. ഇതിനകത്ത് ഗപ്പിയെ മാത്രമാണ് വളർത്തിക്കൊണ്ടിരുന്നത്, ചെടിയൊന്നും വളർത്തിയില്ല, ആമ്പലും ഒന്നും ഇട്ടില്ല. ആമ്പലൊക്കെ ഒത്തിരി തൈയൊക്കെ കിടപ്പുണ്ട്, പക്ഷേ ഗപ്പി ഇട്ടേക്കുന്നതുകൊണ്ടൊന്നും വളർത്തിയില്ല. ഇനിയിപ്പം ഏതെങ്കിലും ഒരു വാട്ടർ പ്ലാന്റിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ച. ഗപ്പിയെ കുറച്ചെണ്ണത്തിനെ ഇട്ടിട്ട് കുറച്ചെണ്ണത്തിനെ മാറ്റി വേറെ എവിടെയെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് മണലുണ്ടെങ്കിൽ അതിട്ട് കഴുകാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നീറ്റാക്കി എടുക്കാം. ഇത് അതിലിച്ചിരി പോകാൻ ഇച്ചിരി പാടാം. ഒരുവിധം ഒന്നാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ്, ഈസിയായിട്ട് ഇങ്ങനെ അങ്ങ് കഴുകിയെടുക്കാം. നമ്മുടെ പോട്ട് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ച് ചെടിയും വെച്ച് പിന്നെ നമ്മൾ കുറച്ച് ഗപ്പിയും കൂടി ഇതിനകത്ത് ഇടുവാണേ. അപ്പോൾ നമ്മളിത് വെള്ളം നിറയ്ക്കുവാണേ. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തെളിയുന്നു, അതോ കലക്കോലുണ്ടെങ്കിലേ. ഈ വാട്ടർ പ്ലാന്റാണ് നമുക്ക് ഗപ്പിയുടെ പോണ്ടിനകത്തോട്ട് വെക്കാനുള്ളത്. ഇതിപ്പോൾ ഈ പുതിയതായിട്ട് കിട്ടിയതാണ്, ജപ്പോണിക്കാന്ന് പറ്റുമോ ഇതിൻ്റെ പേര്. നല്ല വെള്ള റോസാപ്പൂ പോലത്തെ പൂ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പോട്ടാണെങ്കിൽ നിറച്ച് ഇത് കണ്ടോ മണ്ണ. നമുക്കത് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാനായിട്ട് പോവാണേ. നല്ല ഒഴുക്കുള്ള വെള്ളം. നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് നിറച്ച് മണ്ണ് അത് കഴുകിയെടുക്കും. കുറച്ച് വെള്ളം കൂടെ നിറയ്ക്കാം. അടുത്ത മഴ ഇപ്പം വരും, അതിനു മുമ്പ് ഇത്രയൊന്ന് സെറ്റാക്കി ഇനി നമ്മൾ ഈ വാട്ടർ പ്ലാന്റ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുവാണേ. ഇത് ഗപ്പി നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വിടുക.
ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, എല്ലാവരും സേഫ് ആണോ എന്നൊക്കെ ഉള്ളത് കമൻസിലൂടെ അറിയിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.